സ്കൂള്, ബിസിനസ്. അസോ നമ്മളും കൂടി ബിസിനസ് സംസാരിക്കാം നമുക്ക്. എന്തെങ്കിലും ഇതൊക്കെ നോക്കി ഒക്കെ ബിസിനസ്. എല്ലാവരുടെയും ബിസിനസ്സിന് തൽക്കാലം ഒരു സ്റ്റോപ്പാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ചായക്ക് നിർത്തി. മണ്ണാർക്കാട് നല്ല അടിപൊളി ഒരു ചായക്കട. ഏതോ റീലിൽ കേട്ട മാതിരി കട്ടൻ, മധുരം കുറച്ച്, വിത്തൗട്ട്, ലൈറ്റ്, സ്ട്രോങ്, ഇതൊക്കെ തന്നെ അവസ്ഥ. ഞങ്ങൾ നാട്ടിൽ ട്രിപ്പ് പോകണായിട്ട് കണ്ട് പ്രവാസികൾ ഞങ്ങളെ കോൾ വിളിച്ച് ഓലും കൂടി നമ്മൾ ട്രിപ്പിൽ ആഡ് ചെയ്തു കേട്ടോ. വെറൈറ്റി കടികളും സംഭവങ്ങളൊക്കെ അതുമുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ഞങ്ങൾ തിന്ന് ഹെൽപ്പ് ചെയ്തിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഞങ്ങൾ പാർസൽ കൊടുത്തു. വണ്ടീൻ്റെ ഉള്ളിൽ തീറ്റ അത് നമ്മളെ മലപ്പുറത്തുകാർക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. തീറ്റ ഒഴിവാക്കിയിട്ടൊരു കളിയില്ലല്ലോ. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തമിഴ് സ്മെല്ലടിച്ച് തുടങ്ങി. പിന്നെ അടുത്ത് കണ്ട നല്ല റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് നല്ല ആമ്പൂർ ബിരിയാണി. ക്യാഷ് റെഡിയാണ്. പൈസ അതൊരു പ്രശ്നമല്ല, അത് ആദ്യമേ പറഞ്ഞേക്കണം. എല്ലാവരും തലങ്ങും വിലങ്ങും ഓർഡർ ചെയ്യുമ്പോഴും ഒരുത്തൻ അപ്പോഴും ബിസിനസ് തന്നെ. കോയമ്പത്തൂരും ഈറോഡും കഴിഞ്ഞ് സേലത്തിയപ്പോൾ എല്ലാവർക്കും വീണ്ടും വിശക്കൽ തുടങ്ങി. നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കിയിട്ട് തന്നെ നിർത്തി. മസാല ദോശ, നെയ് റോസ്റ്റ്, പൊങ്കൽ, തൈര് സാദം, ഒനിയൻ ഊത്തപ്പം, അങ്ങനെ തുടങ്ങിയിട്ട് അവിടെയുള്ള എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്തു. നമ്മൾ മസാല ദോശ തന്നെ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്ത ഐറ്റം. തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് നമ്മളെ മസാല ദോശ തന്നെയാണ്. വിവിധ തരം ചട്ടിണികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി തന്നെയായിരുന്നു. എല്ലാം കഴിഞ്ഞ് നല്ലൊരു ഫിൽറ്റർ കോഫി. ആഹാ പൊളി. അൻഷാദിന് കുവൈത്തിലിരുന്നിട്ടൊരു സമാധാനമല്ല. ഞങ്ങൾ എന്താ പോണ്, എന്തൊക്കെ കഴിക്കണ്, എന്തൊക്കെ എത്തുന്നതൊക്കെ അവനറിയണം.